ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കുർത്തി നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് മെറ്റീരിയൽ അടക്കം ലൈനിങ് അടക്കം എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചിലവായത് 250 രൂപയാണ്. അപ്പോൾ ഞാൻ എവിടെ നിന്ന് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ 5 മീറ്റർ ക്ലോത്ത് ഉണ്ടായിരുന്നു, ഇതൊക്കെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയാണ് വാങ്ങിയെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാം സൈറ്റിലൊക്കെ നോക്കുന്നതാണെങ്കിൽ ഇതുപോലത്തെ പാർട്ടി വെയർ കുർത്തിക്ക് ഷാൾ അടക്കമുള്ള പാർട്ടി വെയർ കുർത്തിക്കൊക്കെ 1000-1000 മേലെയായിട്ടാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച സ്വന്തമായിട്ട് നമുക്ക് തന്നെ വാങ്ങി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കളയുന്നത് അങ്ങനെ തോന്നുന്നൊരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ. സംഭവം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ വീഡിയോ എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കണത്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പല വീഡിയോസിലും ഞാൻ ക്യാമറ ഓണാക്കിയാതായിരുന്നു ഫോൺ വെച്ചിരുന്നത്. അതേപോലെ ഫോൺ വെച്ച ആംഗിൾസ് കുറേ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനൊക്കെ എൻ്റെ ഫോണിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാട്ടോ. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിയത് മീഷോയിൽ നിന്ന് ജോർജറ്റിൻ്റെ ഒരു പ്ലെയിൻ സാരി വാങ്ങിയതാണ് കേട്ടോ. സാരി ആകുമ്പോൾ 5 മീറ്റർ ക്ലോത്ത് ഉണ്ടാവുമല്ലോ. അപ്പം മീഷോയിൽ നിന്ന് ജോർജറ്റിൻ്റെ ഇതുപോലത്തെ പ്ലെയിൻ സാരി, ഇതിൻ്റെ പല കളറും അതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിക്കുമ്പോൾ 175 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ വില. അപ്പം അതേപോലെ ഒരു സാരി വാങ്ങി. പിന്നെ ലൈനിങ് ഞാൻ വാങ്ങിയത് ഇവിടെ നിന്ന് തന്നെ സാധാരണ ലൈനിങ് വാങ്ങിയതാണ്. മീറ്ററിന് 35 രൂപ വെച്ചിട്ടുള്ള 2 മീറ്റർ 70 രൂപ ലൈനിങ് കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ലേസ് കൂടി വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ മീറ്ററിന് 10 രൂപ അങ്ങോട്ടേ വിലയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചിലവായത് പൈസ എന്ന് പറയണത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ലൈനിങ്ങിൽ എൻ്റെ അളവ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് മെയിൻ ക്ലോത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ പിന്നൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ തുണി നന്നായിട്ട് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്കെയിലിൽ 10 സെൻറ്റിമീറ്റർ താഴേക്ക് ഇതുപോലെ ഓരോരോ സ്കെയിൽ നീക്കി വെച്ച് ഓരോ സ്ഥലത്ത് 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അത് ആ പോയിന്റിലൂടെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ അതിനുള്ളിലാണ് അപ്പം ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു എംബ്രോയിഡറി ഫ്രെയിം കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ആകെ പാക്കറ്റിന് 10 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അതിലൊക്കെ ഒരുപാട് ഗോൾഡൻ ബീഡ്സൊക്കെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ സാധാരണ സൂചി നൂലിൽ 3 ഗോൾഡൻ ബീഡ്സ് വീതം ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതൊന്ന് ഇതേപോലെ അതിൻ്റെ അറ്റത്തൊന്ന് കുത്തുമ്പോൾ ഇതൊരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗോൾഡൻ ബീഡ്സൊക്കെ പല സൈസിലുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നമുക്കങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിതൊന്ന് വെച്ച് കൊടുത്തു. ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഗോൾഡൻ ബീഡ്സൊക്കെ ഇതുപോലെ ഒരു 3 വീതം ഇതുപോലെ ഫ്ലവർ ഷേപ്പിലൊന്ന് ആ റൗണ്ട് ഷേപ്പിലൊന്ന് ഫില്ല് ചെയ്തെടുത്തു. അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലത്തെ കുറച്ച് സ്റ്റോൺസും അതേപോലെ കുറച്ച് സീക്വൻസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗോൾഡൻ കളർ ലേസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനും മീറ്ററിന് 10 രൂപയ്ക്കേ ഉള്ളൂ. ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ഞാനത് നെക്കിൻ്റെ മേലെയും അതേപോലെ ആ ഡിസൈൻ ചെയ്തതിൻ്റെ താഴെയും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലവ് ചുരുക്കിയിട്ട് നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് സ്ലീവിലും ഇതേപോലെ ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ അറ്റത്തും കുറച്ചൊരു ഡിസൈൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഉള്ളൊരു ഇത് നല്ല എന്താ പറയുക വർക്ക് തന്നെ മതി. നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. സിമ്പിളാണെങ്കിലും നല്ല ലുക്ക് കിട്ടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ലൈനിങ് ഇതേപോലെ 5 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. ലൈനിങ് വെച്ച ആ ഒരു അളവിൽ മേലെയും താഴെയായിട്ട് സ്ലീവിലും ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഡിസൈനാണ് കേട്ടോ ഇത്. അതിനുശേഷം സ്ലീവിൽ ഞാൻ ഇതുപോലത്തെ സീക്വൻസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിക്കാത്തവർക്ക് നമുക്ക് ഇതുപോലത്തെ ഡിസൈനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ബാക്കി വന്ന തുണിയിൽ അതിൻ്റെ അറ്റത്ത് ലേസ് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു ഷാളും ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണേ.